ഹായ്, ഞാൻ സ്നേഹ. എസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മിക്ക ആളുകളിലും കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ്. നമ്മളെന്ന് പറയുന്നില്ല, ചിലർ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ഒരാളോട് എന്നല്ല, കുറച്ചധികം ആളുകളോട് പ്രണയം തോന്നാറുണ്ട്. ചിലപ്പോൾ 2-3 ആളുകളോടൊക്കെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ നിലവിൽ ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വേറെ ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ അവരോടൊരു ഇഷ്ടം തോന്നുക, ഒരു പ്രണയം ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകളോട് ഇത്തരത്തിലുള്ള പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ രാസപ്രതികരണം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മുടെ മസ്തിഷ്കം ഈ ഒരു പ്രണയം തോന്നുന്ന ടൈമിൽ നമ്മുടെ മസ്തിഷ്കം ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ ഇങ്ങനെയുള്ള കുറച്ച് ഹോർമോണുകളെ പുറപ്പെടുവിപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവരോട് ഈ ഒരു ഇഷ്ടവും ആകർഷണവും ഇൻട്രസ്റ്റും ഒക്കെ തോന്നുന്നത്. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രണയമൊക്കെ അവരോട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഇത്തരത്തിലുള്ള ഹോർമോണുകളിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രണയം വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മബന്ധമാണ്. അതായത് ചില ആളുകളോട് നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഫീൽ ചെയ്യാറുണ്ട്. കുറേ മുന്നേ കണ്ട പരിചയമുള്ളതുപോലെയോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒരേപോലെയുള്ള സാമ്യമുള്ളതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ അവർ നമ്മളെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മളോട് വളരെയധികം ഇൻട്രസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സേഫാണ്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു വല്ലാത്തൊരു ആത്മബന്ധം ഫീൽ ചെയ്യും. സോ ഇതുകൊണ്ടും അവരോട് നമുക്ക് ഒരു പ്രണയമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പഴയ അനുഭവങ്ങളാണ്. അതായത് ചിലപ്പോൾ രണ്ടുപേർക്ക് ഉണ്ടായിട്ടുണ്ടാവുക മുൻപ് ഉള്ള അവരുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും, ഒരേപോലെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ കുറച്ച് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ട്രോമാസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം സാമ്യമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല അനുഭവങ്ങളും അല്ലെങ്കിൽ ലൈഫ് ഏകദേശം ഒരേപോലെയാണ്, നമ്മളെപ്പോലെ തന്നെയാണ് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ, അതായത് അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രണയവും ഇഷ്ടവും ഒക്കെ അവരോട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സമാനതകളും വ്യത്യാസങ്ങളും എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഏകദേശം രണ്ടുപേരുടെ കാര്യങ്ങളും സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരുടെ ക്യാരക്ടർ മേ ബി സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഒരേപോലെ ആയിരിക്കും, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങളുടെ എയിമും ഗോൾസും ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ബട്ട് ആ ചെറിയ കാര്യങ്ങളോട്, അതായത് ഒരേപോലെയുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ അതിലെ ആ ഗുണങ്ങളോടൊക്കെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും എന്നുള്ളതാണ്. അവരിലുള്ള ക്വാളിറ്റീസ് ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതുകൊണ്ട്, അതായത് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടും അവരിൽ ഉണ്ടാവുന്ന കുറച്ച് നല്ല നല്ല ക്വാളിറ്റീസ് കൊണ്ടൊക്കെ ഒരു എന്തോ ഒരു ഇഷ്ടമൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ. ഇത്തരത്തിലുള്ള വൈബ് അവരിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അവർ ഭയങ്കര പോസിറ്റീവ് ആണ്, നല്ല വൈബാണല്ലോ ആളെന്നുള്ളത്. മേ ബി ആൾക്ക് കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവരെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര ഓക്കെയാണ്, എല്ലാത്തിലും ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന, അത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നും. അപ്പം നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവ് ആയിരിക്കുന്ന, പോസിറ്റീവ് വൈബ് ഉള്ള ഒരു പേഴ്സൺ ആണ് അവർ എന്നുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരാളോട് എന്നല്ല ഒന്നിലധികം ആളുകളോട് പ്രണയം തോന്നാനുള്ള കാരണങ്ങൾ. ഇത് തെറ്റാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല, ബിക്കോസ് ഇത് ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നാം, അത് റിയൽ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ടൊന്നും മാറരുത്. നമുക്കെപ്പോഴും ഒറ്റ ഒരാളോടെ റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആളുകളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോശമാണ്. അതായത് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് അത്തരത്തിലൊരു ഫീല് തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് 2-3 ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ മോശമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പലരോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് ആലോചിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം കുറേ പേർക്ക് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ യൂസ്ഫുൾ വീഡിയോ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്